നമ്മുടെ കൂട്ടുകാർക്ക് വല്ല നിഅമത്തുകളും വന്നാൽ അറിയാതെ നമ്മുടെ ഖൽബ് അസൂയപ്പെടാറുണ്ട്, കുശുമ്പ് പ്രകടിപ്പിക്കാറുണ്ട്. അവൻക്ക് അനുഗ്രഹം കിട്ടിയതിൽ നാം അറിയാതെ പൊറുതികേട് കാണിക്കും. ചില മനസ്സുകൾ ഒരിക്കലും വരാൻ പാടില്ല, പ്രത്യേകിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് അള്ളാഹു കാക്കുമാറാവട്ടെ. കാരണം അള്ളാഹുവാണ് നിഅമത്ത് കൊടുക്കുന്നത്. അത് തടയാനോ അതിനെ വിമർശിക്കാനോ ഒരു കാരണവശാലും മുതിരരുത്. കാരണം റബ്ബിൻ്റെ നിഅമത്തുകൾക്കെതിരെ നാം ശബ്ദിക്കുമ്പോൾ അറിയാതെയെങ്കിലും നമ്മുടെ ഖൽബിൽ അതിനെതിരെ വിമർശനം വരുമ്പോൾ അത് റബ്ബിനോടുള്ള വിദ്വേഷമാണ്, പൊറുതികേടാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, വരാനും പാടില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. ഞാനൊരു കഥ പറയട്ടെ. സൂഫി ചക്രവാളത്തിൽ അറിയപ്പെട്ട വലിയ മഹാപണ്ഡിതനാണ് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ അരുമ ശിഷ്യൻ മരണമാസന്നമായ സമയത്ത് ശിഷ്യനെ കാണാൻ വേണ്ടി ഉസ്താദ് അവർകൾ, ഷെയ്ഖ് അവർകൾ പോയി. ചെന്ന സമയത്ത് ശിഷ്യന്റെ അടുക്കൽ ചെന്ന് യാസീൻ ഓതാൻ തുടങ്ങി. ഉടനെ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഇവിടുന്ന് നിങ്ങൾ യാസീൻ ഓതരുത് എൻ്റെ അടുക്കൽ വെച്ച്. അപ്പോൾ ഉസ്താദ് മൗനം ദീക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊടുത്തു. കലിമയും ചൊല്ലുന്നില്ല, എനിക്കത് ചൊല്ലാൻ കഴിയില്ല, ഞാനതിൽ നിന്ന് മുക്തനാണ് എന്ന് മഹാനവറുകളോട്, ഉസ്താദിനോട് ശിഷ്യൻ പറയുകയാണ്. ഉസ്താദ് സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. 40 ദിവസത്തോളം ഉസ്താദ് പുറത്തിറങ്ങിയില്ല. ശിഷ്യനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ശിഷ്യനെ മഹാനവറുകൾ സ്വപ്നം കാണുകയാണ്. ഉസ്താദ് ചോദിച്ചു, അല്ലയോ ശിഷ്യ, എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശിഷ്യൻ നിങ്ങളായിരുന്നല്ലോ, എന്തു പറ്റി ഈമാൻ കിട്ടാതെ ഈ വിട പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിനോട് ശിഷ്യൻ പറയാണ്, ഉസ്താദ് അവർകളെ, ഞാൻ 3 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ അമളി പറ്റിയത്. ഒന്ന്, ഞാൻ മറ്റുള്ളവരുടെ ഏഷണി ഞാൻ പറയുമായിരുന്നു. അതിനേക്കാൾ വലുതാണ്, ഞാൻ എൻ്റെ പല സഹപാഠികളോടും അസൂയ വെച്ച് പുലർത്താറുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ നിഅമത്തുകളിൽ ഞാൻ പൊറുതികേട് കാണിച്ചിരുന്നു. നോക്കണം, നാം പൊറുതികേട് കാണിക്കുമ്പോൾ, റബ്ബിനെതിരെ നിന്ദിക്കുമ്പോൾ അള്ളാഹു കൊടുത്ത വലിയൊരു ശിക്ഷയാണ് ഈമാൻ ഊരുക എന്നുള്ളത്. അള്ളാഹു ആക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം ശിഷ്യൻ പറഞ്ഞത്, ഉസ്താദേ, എനിക്കൊരു രോഗം വന്ന സമയത്ത് എന്നോട് വൈദ്യൻ കൽപ്പിച്ചു കുറച്ച് മദ്യം കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ മാസത്തിൽ ഒരു ദിവസം കുറച്ച് മദ്യം ഞാൻ കഴിക്കുമായിരുന്നു. ഇതാണ് എനിക്ക് വരാനുള്ള ദുരവസ്ഥ. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ടും പ്രിയ മുഅ്മിനീങ്ങളെ, നാം സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അസൂയ പുലർത്താതെ, ഏഷണി പറയാതെ, എല്ലാ തിന്മകളിൽ നിന്നും വിട്ട് നാം ജീവിക്കുക. അല്ലാഹു നമ്മളെ ഇരുലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.